പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ മേഘങ്ങൾ കൂടുമ്പോൾ ലോക രാഷ്ട്രീയത്തിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു പുതിയ സഖ്യം രൂപപ്പെടുകയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യത്തിൽ ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം സാധാരണ നയതന്ത്ര ബന്ധമെന്ന പരിധി കടന്ന് ഒരു ശക്തമായ സൈനിക സാങ്കേതിക കൂട്ടുകെട്ടായി മാറുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. വർഷങ്ങളായി രഹസ്യമായി തുടരുന്ന മിസൈൽ സാങ്കേതിക സഹകരണം ഇപ്പോൾ കൂടുതൽ ശക്തമായി വളരുകയാണെന്ന സൂചനകളും അന്താരാഷ്ട്ര വേദികളിൽ ചർച്ചയാകുന്നുണ്ട്. ഈ പുതിയ നീക്കം പശ്ചിമേഷ്യയിലെ യുദ്ധസമവാക്യങ്ങളെ മാത്രമല്ല ആഗോള ശക്തി സമവാക്യങ്ങളെയും മാറ്റിമറിക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന വലിയ ചോദ്യം. ലോകമെമ്പാടുമുള്ള അടിച്ചമർത്തപ്പെട്ട രാജ്യങ്ങൾക്ക് ആവേശം നൽകിക്കൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഭീഷണികളെ വെല്ലുവിളിച്ച് ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള ബന്ധം ഒരു പുതിയ യുദ്ധസഖ്യമായി പരിണമിച്ചിരിക്കുന്നു. ഉത്തര കൊറിയൻ ഭരണകൂടം ഇറാനെ സൈനികമായും സാങ്കേതികമായും പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നുവെന്ന പുതിയ വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്കയും സഖ്യകക്ഷികളും എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഈ രണ്ട് രാജ്യങ്ങളും കൈകോർക്കുന്നത് ലോക സമാധാനത്തിന് ഭീഷണിയായല്ല, മറിച്ച് ഏകപക്ഷീയമായ ശക്തിയുടെ അഹങ്കാരത്തിലുള്ള മറുപടിയാണ്. ഉത്തര കൊറിയ ഇറാനെ ഏതെല്ലാം തരത്തിലാണ് പിന്തുണയ്ക്കുന്നത് എന്ന് പരിശോധിച്ചാൽ അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല എന്ന് മനസ്സിലാക്കാം. ദശാബ്ദങ്ങളായി തുടരുന്ന മിസൈൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം ഇപ്പോൾ അതിന്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. ഇറാന്റെ അഭിമാനമായ ഷഹാദ് മിസൈലുകൾക്ക് പിന്നിൽ ഉത്തര കൊറിയന്റെ എഞ്ചിനീയറിംഗിന്റെ കരുത്തുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം ഉത്തര കൊറിയയുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികതയും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ രഹസ്യങ്ങളും ഇറാനിലേക്ക് എത്തുകയാണെന്നാണ്. ഇത് ഇറാന്റെ പ്രതിരോധ ശേഷിയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. സമുദ്രങ്ങൾക്കപ്പുറത്തിരുന്നു കൊണ്ട് ലോകത്തെ നിയന്ത്രിക്കാമെന്ന് കരുതുന്ന അമേരിക്കയ്ക്ക് ഇറാന്റെ പുതിയ കരുത്ത് വരാനിരിക്കുന്ന വലിയൊരു പ്രഹരത്തിന്റെ മുന്നറിയിപ്പാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ഈ സഖ്യത്തെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ലളിതമാണ്. ഉത്തര കൊറിയയുടെ പക്കൽ അമേരിക്കൻ വൻകരകളെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള എൻകണ്ടീസന്റ് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്. ഇതേ സാങ്കേതിക വിദ്യ ഇറാന്റെ കൈവശമെത്തിയാൽ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ താവളങ്ങൾക്കും അവരുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിനും ഒരു നിമിഷം പോലും സമാധാനമായിരിക്കാൻ കഴിയില്ല. ഉപരോധങ്ങൾ കൊണ്ട് ശ്വാസം മുട്ടിക്കാൻ നോക്കിയ വാഷിംഗ്ടണിന് തങ്ങളുടെ ശത്രുക്കൾ പരസ്പരം സഹായിച്ച് കരുത്തനാകുന്നത് കാണേണ്ടി വരുന്ന നിസ്സഹായ അവസ്ഥയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഈ രണ്ടു രാജ്യങ്ങളും ചേർന്ന് സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതും രഹസ്യ വിവരങ്ങൾ പങ്കുവെക്കുന്നതും അമേരിക്കയുടെ ആഗോള മേധാവിത്വത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള നീക്കങ്ങളായി വിലയിരുത്താം. അമേരിക്കയുമായും ഇസ്രയേലുമായും നിലനിൽക്കുന്ന കടുത്ത സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ 3 പ്രധാന നിബന്ധനകളാണ് ഇറാൻ മുന്നോട്ട് വെക്കുന്നത്. ഇറാന്റെ നിയമാനുസൃതമായ അവകാശങ്ങൾ അംഗീകരിക്കുക എന്നതാണ് ഇതിൽ പ്രധാനമെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പറയുന്നുണ്ട്. റഷ്യൻ പാകിസ്ഥാൻ നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് അദ്ദേഹം രാജ്യത്തിന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഇറാന്റെ നിയമാനുസൃതമായ അവകാശങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുക, യുദ്ധം മൂലം രാജ്യത്തിനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ഇറാന് നേരെ അധിനിവേശമോ ആക്രമണമോ ഉണ്ടാകില്ലെന്ന് അന്താരാഷ്ട്ര തലത്തിൽ ഉറപ്പു നൽകുക എന്നിവയാണ് നിബന്ധനകൾ. അമേരിക്കയും ഇസ്രയേലുമാണ് ഈ യുദ്ധത്തിന് തിരികൊളുത്തിയതെന്ന് പെസഷ്കിയാൻ പറഞ്ഞു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും എന്നാൽ ഉപാധികളില്ലാത്ത കീഴടങ്ങലിന് തയ്യാറല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാന്റെ സാമ്പത്തിക കേന്ദ്രങ്ങൾക്കോ തുറമുഖങ്ങൾക്കോ നേരെ ആക്രമണമുണ്ടായാൽ മേഖലയിലെ എല്ലാ തുറമുഖങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സായുധ സേനയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 12 ദിവസമായി തുടരുന്ന കനത്ത ബോംബാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുകയും അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കുകയും ചെയ്തു. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ഇറാൻ മുന്നോട്ട് വെച്ച ഈ നിർദ്ദേശങ്ങൾ നയതന്ത്ര തലത്തിലും ഏറെ നിർണായകമാണ്.